ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു കഥയാണ് പറയുന്നത്. രണ്ടാളുകൾ നടന്നു പോവായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ അടിയാക്കി, ഉന്തും തള്ളുമാക്കി. അപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് ഒരാളുടെ കൂടെ കൂടിയിട്ട്, അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഒരാളും അങ്ങനെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളുടെ കൂടെ മറ്റേ മൂന്നാളുകൂടെ വന്നു. അപ്പോൾ നാലായി, അപ്പുറം 4 ഇവിടെ 2. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടി കിട്ടുമെന്ന് മനസ്സിലായി. ഈ കഥയിൽ നിന്ന് ഇപ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? വേറെ ഒന്നുമല്ല, ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്ക കയറി ഇടപെട്ടു. അമേരിക്ക കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ കൂടെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും വന്നു. ഇവർ 4 പേര്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രം. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഖത്തറിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഈ സൗദിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും അറ്റാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അമേരിക്കയിലേക്കും അറ്റാക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവരെടുത്തൊരു പെട്ടെന്നൊരു തീരുമാനമാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാന്ന്. സമാധാനത്തിലൂടെ നമുക്ക് പോകാം എന്ന് വെച്ചാൽ ഇരു രാജ്യത്ത് ഇസ്രായേലിലൊക്കെ ഭയങ്കര നാശം സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ ഇറാനിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പടർന്നു പോയി കഴിഞ്ഞാൽ വലിയൊരു യുദ്ധമായി അത് മാറാൻ സാധ്യതയുണ്ട്, കൂട്ടത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയൊക്കെ സമാധാനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ചൈനയാണെങ്കിലും